ഹലോ സുഹൃത്തുക്കളെ, കേരളത്തിലെ രണ്ടാമത്തെ ഉയരമുള്ള ലൈറ്റ് ഹൗസായ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലേക്കാണ് ഇന്നത്തെ യാത്ര. ഡച്ച് കൊയിലോൺ എന്നാണ് ഇതിൻ്റെ പഴയ പേര്. ഗോൾഡ് വില്ലേജ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടേക്ക് പോകുന്ന വഴി പൊളിഞ്ഞു വീഴാറായ ഡച്ച് കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാം. ഇവിടേക്കുള്ള പ്രവേശന ഫീസ് 20 രൂപ മുതിർന്നവർക്കും 10 രൂപ കുട്ടികൾക്കുമാണ്. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. കുട്ടികളുടെ പാർക്കിലെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, ഊഞ്ഞാല്, സ്ലൈഡ്സ് എന്നിവയെല്ലാം ഉണ്ട്. 2 മാർഗത്തിലൂടെ നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ മുകളിലെത്താം. ഇതിൽ പ്രവേശിക്കുന്ന സമയത്ത് ചെരുപ്പ് താഴെ വെക്കണം. ഗോവണി കയറി നമുക്ക് മുകളിലെത്താം. അതുപോലെ ലിഫ്റ്റിലൂടെയും മുകളിലെത്താം. 120 വർഷം പഴക്കമുള്ള ഈ ലൈറ്റ് ഹൗസ് 1902 നിലവിൽ വന്നത്. 2016 മുതൽ ഇതിൻ്റെ നവീകരണം തുടങ്ങി. അങ്ങനെ ഓരോ വർഷങ്ങളിലും പുതിയ പുതിയ നവീകരണ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ പോണ ഈ ലിഫ്റ്റെല്ലാം ഇവിടെ സജ്ജമായിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ കുറേ കിളിവാതിലുകൾ കാണാം, ജനാലകൾ. അത് ഓപ്പൺ ആയതുകൊണ്ട്, ഓപ്പൺ അല്ലാത്തതുകൊണ്ട്, ഗ്ലാസ് ഇട്ടത് കൊണ്ട് നമുക്ക് അവിടുന്ന് അതിൻ്റെ ചുറ്റുമുള്ള വ്യൂസ് നന്നായിട്ട് കാണാൻ കഴിയും. 1990 ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മാണം തുടങ്ങിയത്. ഇതിൻ്റെ ഹൈറ്റ് 41 മീറ്റർ, അതായത് 135 ഫീറ്റ് ആണ്. ഏറ്റവും മുകളിലെത്താൻ അയൺ സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താൻ. ഇതിൻ്റെ മുകളിലെത്തിയാൽ നമുക്ക് കടൽ പാലവും കാണാൻ കഴിയും. പിന്നെ കൊല്ലം ജില്ലയിലെ അധിക സ്ഥലങ്ങളും കാണാം. പിന്നെ കപ്പൽ വരുന്നത്, പിന്നെ തിരമാലകൾ, കടലിലെ ഓരോ കാഴ്ചകളും നമുക്ക് ഇതിൻ്റെ ചുറ്റുഭാഗം നടന്ന് കാണാൻ കഴിയും. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ റഡാറിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. മുകളിലത്തെ ഒരു നിലയിൽ കുറേ പുരാവസ്തുക്കൾ നമുക്ക് കാണാനായിട്ട് വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ലൈറ്റ്, ടൂൾസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ലൈറ്റ് ഹൗസിൽ നിന്ന് ലൈറ്റ് കാണിക്കാനുള്ള ഉപകരണങ്ങളാണ്. അതായത് മണ്ണെണ്ണ കൊണ്ട് ചോല ഉണ്ടാക്കിയിട്ട് ആ വെളിച്ചത്തിൻ്റെ ഇതിലാണ് ഈ കപ്പലുകൾക്ക് വഴി കാണിച്ചു കൊടുത്തിരുന്നത്. ഇന്നത് വൈദ്യുതിയുടെ സഹായത്തോടെയാണ് കാണിക്കുന്നത്. കൊല്ലം നഗരത്തിൽ നിന്ന് 4.5 കിലോമീറ്ററാണ് ഈ തങ്കശ്ശേരിക്കുള്ള ദൂരം. കപ്പലുകൾക്കും ബോട്ടുകൾക്ക് ദിശ കാണിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റെപ്പുകളെല്ലാം പണ്ട് മുതലേ ഉള്ള സ്റ്റെപ്പുകളാണ്. ഇതിലൊന്നും അറ്റകുറ്റപ്പണികളോ പുതിയ ടച്ചിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഏറ്റവും ഉയരങ്ങളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് പേടിയോ ഇല്ല ആളുകൾക്ക് ഈ ഇതിൽ കൂടി ഇതിൻ്റെ തൊട്ടടുത്തുള്ള ആ കിളിവാതിലൂടെ നമുക്ക് പുറത്തുള്ള കാഴ്ചകളെല്ലാം കാണാം. ഇപ്പോൾ ഈ ഇറങ്ങുന്ന സ്റ്റെപ്പുകളാണ് എപ്പോഴും നമ്മൾ തെന്നി വീഴാൻ സാധ്യത കൂടുതലാണ്. ഇത് വളരെ കെയർഫുള്ളായിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ. ഇതിൻ്റെ വൺ സൈഡിൽ മാത്രം അതൊരു ചെമ്പ് പോലുള്ളൊരു ഇതിൽ പിടിച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ. നമ്മുടെ കൂടെയുള്ള അമ്മൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അവന് കയ്യിലൊന്നും കൊടുക്കല്ല. അപ്പോൾ റെയിൻ കോട്ട് കൊടുത്തുകൊണ്ടാണ് ഹാപ്പി ബർത്ത്ഡേ അവൻ പറയണത്. അപ്പോൾ ആ ഒരു തമാശയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയത്. ചുവപ്പും വെള്ളയും കളർ കോഡാണ് ഇതിന് ഉള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.